പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒക്ടോബർ മാസം 1-ാം തീയതി കർത്താവിന്റെ സന്നിധിയിൽ ഇപ്രകാരം നമുക്കൊരുമിച്ചായിരിക്കാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല നിമിഷങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ മലയാളം ഫെലോഷിപ്പിനോടുള്ള ബന്ധത്തിൽ സിംഗപ്പൂരിൽ നിന്നും ശുശ്രൂഷയ്ക്കായിട്ട് എനിക്കൊരവസരം സ്വർഗത്തിലെ ദൈവം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയ കാണാക്കാരിയിലുള്ളതായിരിക്കുന്ന പ്രിയ എന്റെ സഹോദരി, പുള്ളിക്കാരിയെ സഹോദരിയെ ഓർത്തുകൊണ്ട് ഞാൻ ഈ സമയം ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എന്റെ ദാസിയെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ചതായിരിക്കുന്ന ഫേമസ് സിസ്റ്ററെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസി സിമി മാത്യു, ദൈവം എന്റെ ദാസിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ശുശ്രൂഷയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ 10-ാം മാസത്തിന്റെ 1-ാം തീയതി കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ നാം ആയിരിക്കുമ്പോൾ തേജോമയനായ ദൈവത്തിന്റെ തേജസ്സേറിയ സാന്നിധ്യം ഈ മാസത്തിന്റെ ആരംഭം തുടങ്ങിയ അവസാനത്തോളം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമാറാകട്ടെ എന്ന് ഞാൻ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. അനേകർക്ക് കിട്ടാതെ പോയതും അനേകർക്ക് കാണാൻ കഴിയാത്തതുമായ ഈ നല്ല ദിവസം ദൈവം നമുക്ക് തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിൽ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ എന്റെ പേര് സിസ്റ്റർ അനിത സണ്ണി എന്നാണ്. ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ താമസിക്കുന്നത് പെരുമ്പാവൂരാണ്. ഇവിടെ നിന്നും ഏകദേശം 45ഓളം കിലോമീറ്റർ ദൂരത്ത് ഞാൻ പോയി പ്രവർത്തിക്കുന്ന ന്യൂ പെട്ര എന്ന് പറയുന്ന ചർച്ചിൽ മിഷൻ 360 എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കാളിയായി തീരുവാൻ വലിയവനായ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ ലഹരിക്ക് അടിമയായി പാർക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മധ്യേ ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ കർത്താവിന്റെ വലിയ ശുശ്രൂഷ ശക്തമായി ചെയ്യുവാൻ ദൈവം 1.5 വർഷത്തോളമായി അവിടെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം അവിടെ ഒരു സഭയെ തന്നു. അവിടെ ശുശ്രൂഷിപ്പാനായി എന്റെ സഹോദരി പുത്രനെ ദൈവം അവിടെ എന്നോട് ചേർന്ന് കർത്താവിന്റെ വേല ചെയ്യുവാനായി ദൈവം അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ശുശ്രൂഷ അവിടെ ചെയ്യുമ്പോൾ അനേകരുടെ വിടുവിക്കപ്പെട്ട മുഖങ്ങൾ, അനേകരുടെ വിടുവിക്കപ്പെട്ടതായിരിക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ സർവകൃപാലുവായ ദൈവം നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിൽ നൽകിയിരിക്കുന്ന സമയത്തിനകത്തളത്തിൽ തന്നെ വേഗത്തിൽ ഒരു വചനം വായിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ആഗ്രഹിക്കുകയും അതിനായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. കർത്താവ് ഇന്ന് പകൽ നമ്മോട് വ്യക്തിപരമായി സംസാരിക്കട്ടെ. കർത്താവിന്റെ ശബ്ദത്തിനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ച തിരുവചനം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ഇന്ന് പകലിൽ ശുശ്രൂഷിക്കുവാനാണ് കർത്താവ് എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവെഴുത്ത് വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദാനിയേലിന്റെ പുസ്തകം ആർക്കെങ്കിലും ഒരാൾക്ക് വായിച്ച് സഹായിക്കുവാൻ, ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമല്ലോ. എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരിക്കുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. കണ്ണുകളടയ്ക്കാം. നമുക്കൊരു നിമിഷം ഈ വചനത്തിനായി ഒന്ന് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ തന്ന തിരുവചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം ചെയ്തുകൊണ്ട് ഈ വചനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മലയാളം ഫെലോഷിപ്പ് കൂട്ടായ്മയോട് ചേർന്ന് ഈ മീറ്റിംഗിൽ ശുശ്രൂഷിപ്പാൻ തന്ന ഈ വചനത്തെ അങ്ങയുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സകല ദൈവമക്കൾക്കും ഈ വചനം ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസത്തിന്റെ ഈ 1-ാമത്തെ
6-ാമത്തെ ദിവസം ഈ വചനം ചിലരുടെ ജീവിതത്തിൽ, കർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, നാളുകളായി വചനം കേൾക്കുന്നവരാണ്, നാളുകളായി ദൈവശബ്ദം കേൾക്കുന്നവരാണ്. കർത്താവെ, നാളുകളായി അനേക ആലോചനകൾ കേട്ടിരിക്കുന്നവരാണ്. എന്നാൽ അവരുടെ മുൻപിൽ ഈ വചനം ഒരു അനുഗ്രഹമായി തീരുവാൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ഈ വചനത്തെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. നാഥനെ, ചില വലിയ വിടുതലുകൾ കർത്താവ് വചനത്തിനകത്തുകൂടെ ചെയ്യണമേ. അടിയനെയും ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഗീതം പാടിയ കുഞ്ഞിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം ആ കുട്ടിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ കാലത്ത് അനേക യൂത്ത് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യൗവനക്കാരുടെ ഇടയിൽ ദൈവം ആ കുഞ്ഞിനെയും അനേക ആത്മീക ഗീതങ്ങൾ പാടി, പ്രിയ കർത്താവിന്റെ ദാസി ഇൻട്രഡക്ഷൻ പറഞ്ഞതുപോലെ പാടുക മാത്രമല്ല, അനേകർക്ക് ദൈവവചനവും ഉത്തമമായ തിരുവെഴുത്തുകൾ പ്രസ്താവിക്കുവാനും പാടുന്ന ആരാധന ഗീതത്തിനകത്തുകൂടെ അനേക ആലോചനകൾ കൈമാറ്റം ചെയ്യുവാനും ദൈവമായ കർത്താവ് ജിപ്തിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വായിച്ച തിരുവചനത്തിലേക്ക് വേഗത്തിൽ കടന്നു വരികയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. നാം എപ്പോഴും ഏത് സമയത്തും ഏതൊരു ദൈവദാസന്മാരും അതിശക്തമായി, അതിപ്രധാനമായി എടുത്തു പറയുന്ന, അതിശക്തനായിരിക്കുന്ന അനേക ദൈവപുരുഷന്മാരിൽപ്പെട്ട ഒരാളാണല്ലോ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ദാനിയേൽ പ്രവാചകനെ കുറിച്ച് വളരെ ശക്തമായി നമുക്കറിയാം. അതിന്റെ 6-ാം അധ്യായം 10-ാമത്തെ വചനത്തിലേക്ക് വരുവാനുള്ള ഒരു കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താൻ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വചനം പരിശുദ്ധാത്മാവിൽ ഇങ്ങനെയാണല്ലോ: എന്നാൽ തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ തനിക്കെതിരെ ഒരു രേഖ എഴുതിയതിനെ കുറിച്ച് താൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, താൻ ദിവസവും 3 നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണ്. ദൈവമക്കളെ, ഇന്ന് പകലിൽ ആരംഭത്തെങ്കിൽ തന്നെ ദൂതറിയിക്കട്ടെ, എത്ര പ്രതിസന്ധികളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുവാൻ ഹല്ലേലൂയ ദൈവമായ കർത്താവ് പദ്ധതി അനുവദിച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, സാത്താൻ നമുക്കെതിരെ ഒരുക്കുന്ന കെണികളാണെങ്കിലും ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ കരയുന്ന ഒരു ദൈവ പൈതലിനെതിരെ ശത്രു ഒരു കെണി ഒരുക്കുന്നത്, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുവാനിടയായി തീരും. ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ നാം വായിച്ചത്. തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് താൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും തങ്ങൾക്കെതിരെ ശത്രു ഒരുക്കുന്നതായ, ഹല്ലേലൂയ, ദേശം ഒരുക്കുന്നതായ, ദേശത്തെ ചില അന്ധകാര മണ്ഡലങ്ങൾ, ദേശത്തിലെ ചില വാഴ്ചകൾ, ദേശത്തിലെ ചില അധികാരങ്ങൾ നമുക്കെതിരെ എഴുന്നേൽക്കുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്നോടും നിങ്ങളോടും ദൈവം അറിയിക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പെട്ടെന്ന് ഓടിച്ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നില്ല താൻ, മറിച്ച് എന്ത് ചെയ്തു? താൻ ചെയ്തു വന്നതുപോലെ. ഇന്ന് പകലിൽ ഈ കൂട്ടായ്മയ്ക്കകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ചെയ്തു വന്നത് പല കാര്യങ്ങളും നിർത്തിവെച്ചിരിക്കുമ്പോൾ, പല ഉപവാസങ്ങളും പല പ്രാർത്ഥനകളും പല ശുശ്രൂഷകളും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ മടുത്തു എന്ന് തോന്നിയപ്പോൾ അതിനെ തുടങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം നമ്മെ ഓരോരുത്തരെയും ദൈവം പ്രബോധിപ്പിക്കുകയാണ്. പല കാര്യങ്ങളും നിർത്തിവെച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ശത്രു ഒരുക്കുന്ന പദ്ധതികളുടെ അകത്ത് നാം അമർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നാം ചെയ്തു വന്നിരിക്കുന്ന ചില ദൈവപ്രവർത്തികൾ, ശുശ്രൂഷകളിലേക്ക് നാം ഒന്ന് മടങ്ങി വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, താൻ ചെയ്തു വന്നതുപോലെ തന്റെ പ്രാർത്ഥനയുടെ
പ്രാർത്ഥനയിലൂടെ താൻ പ്രാർത്ഥിക്കുവാൻ തനിക്കൊരു മുറിയുണ്ട്. പ്രാർത്ഥിക്കുവാൻ തനിക്ക് തുറന്നിടുവാൻ, യെരൂശലേമിന് നേരെ തുറന്നിടുവാൻ തനിക്കൊരു വാതിലുണ്ട്. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ സ്തോത്രം, ആ വാതില് താൻ പതിവ് പോലെ തുറന്നിട്ടുകൊണ്ട് തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇന്ന് ഈ സമയത്ത് എത്ര പേർക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ കഴിയും? മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയൊരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. പലരെയും മുട്ടുകുത്തുവാൻ സമ്മതിക്കാതെ, ഭൂമിയും ഹല്ലേലൂയ മുഴങ്കാലും തമ്മിൽ ഒന്ന് ബന്ധപ്പെടുവാൻ കഴിയാതെ പലരെയും ശത്രു പല മുഖാന്തരങ്ങളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ അവരുടെ കാൽമുട്ടുകൾക്ക് ഹല്ലേലൂയ പല രീതിയിൽ ബന്ധനങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വണ്ണം ശത്രു പലരുടെയും കാലുകൾക്ക് ബന്ധനമിട്ട് പോരാടുന്ന ചില പോരാട്ട ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവജനം ഈ നാളുകളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ, മുട്ടുകുത്തി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഒന്നേൽപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മാസത്തിന്റെ ആരംഭത്തിങ്കിൽ നമ്മോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. താൻ ചെയ്തു വന്നതുപോലെ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ എത്ര സമയം നാം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നു, നമ്മുടെ സ്തുതി ദൈവം ആഗ്രഹിക്കുന്നു. നാം സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും ആരാധനയും അന്യപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മ പറയുന്നു, നമ്മുടെ സ്തുതിയിലേക്കും സ്തോത്രത്തിലേക്കും ആരാധനയിലേക്കും ദൈവസ്നേഹത്തിലേക്കും പതിവ് പോലെ ചെയ്തു വന്നതുപോലെയുള്ള ആ ദൈവസ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അരുളപ്പാട് അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ദാനിയേലിന്റെ പ്രാർത്ഥനയെ കുറിച്ചാ. ദാനിയേൽ പ്രാർത്ഥിക്കുവാനുണ്ടായ സാഹചര്യം വളരെ വ്യക്തമായി 6-ാം അധ്യായത്തിൽ സ്തോത്രം പറയുന്നു. ദാനിയേലിനെ എന്തുകൊണ്ടാണ് ഹല്ലേലൂയ ഇതുപോലെ ഒരു പരിശോധനയുടെ നടുവിൽ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഇട്ടുകളയുവാൻ കാരണം എന്താണ്? സ്തോത്രം ചെയ്യുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അനീതിയോട് കൂടെ ജീവിക്കുന്നവർ ഹല്ലേലൂയ നമുക്ക് വ്യക്തിപരമായി പലരെയും അടുത്തറിയുവാൻ കഴിയുന്ന, പലരുടെയും ജീവിതത്തിൽ സത്യസന്ധമായി ജീവിക്കുന്ന, നേരോടെ ജീവിക്കുന്ന പലരും കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്തുകൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനേകരെ എനിക്കറിയാം. ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ എന്തുകൊണ്ടാണ് അവരിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ തിരുവെഴുത്ത് ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്കതിനകത്ത് എന്റെ കണ്ണുകളുടെ ഒരു സ്ഥലമുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യം, ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അത്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, ഞാൻ നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണമെന്നില്ല, നാം ദൈവസന്നിധിയിൽ അകന്നു പോയത് കൊണ്ട് ആകണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ വരുന്നത്. ദൈവസന്നിധി മറ്റുള്ളവരെക്കാൾ ദൈവസന്നിധി വിളങ്ങുന്നവരാണെങ്കിൽ ശത്രു നമുക്കെതിരെ, ദേശം നമുക്കെതിരെ, ഹല്ലേലൂയ രാജ്യങ്ങൾ നമുക്കെതിരെ, വ്യക്തികൾ നമുക്കെതിരെ, പൈശാചിക മണ്ഡലങ്ങൾ നമുക്കെതിരെ അതിശക്തമായി എഴുന്നേറ്റ് നമുക്കെതിരെ പ്രതികൂലങ്ങളുമായി കടന്നു വരുന്ന ചില മേഖലകളുടെ നടുവിൽ ഞാൻ ഭയപ്പെട്ടു പോകരുത്. കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വേണ്ടി, നമുക്ക് നേരെ എഴുതിയിരിക്കുന്ന ചില രേഖകളെ മാറ്റി എഴുതുവാൻ ഇന്ന് പകൽക്കാലം കഴിവുള്ള ഒരു ദൈവത്തെ ആണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അരുളപ്പാട് അറിയിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പലർക്കും പലരോടുമുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെതിരെ ശത്രു എഴുതിയിരിക്കുന്ന ചില രോഗങ്ങളുടെ രേഖയുണ്ട്. ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഇനി സൗഖ്യമുണ്ടാകത്തില്ല, ഇനി എന്റെ ജീവിതത്തിൽ മുന്നോട്ട് എനിക്ക് കടന്നു പോകാൻ കഴിയത്തില്ല, എനിക്ക് ഇനി മുൻപോട്ടൊരു ജീവിതമില്ല, എനിക്ക് മുന്നോട്ടൊരു ശുശ്രൂഷയില്ല. ശുശ്രൂഷയെ കുറിച്ച് ശത്രു എഴുതിയിരിക്കുന്ന ചില രേഖകളുണ്ട്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ ഞാൻ നീക്കം ചെയ്യുവാൻ, നിന്റെ പ്രാർത്ഥനയുടെ മുറിക്കകത്ത് നീ ഒന്ന് കയറുവാൻ മനസ്സ് വെച്ചാൽ ഞാൻ നിനക്കെതിരെ എഴുതിയിരിക്കുന്ന ചില രേഖകളെ നീക്കി എഴുതുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുകയാണ്. പലപ്പോഴും കഷ്ടതയുടെ തീച്ചുളയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ആരും നമ്മളെ സഹായിക്കുവാനില്ലെന്നോ, ആരും നമ്മളെ ആശ്വസിപ്പാനില്ലെന്നോ ഒക്കെ നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഇടപെടുകയാണ്, നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം
റീബാന ശിവനവ ഹത്തുരെ ആർത്തരി രഹസ്യാനവ ഉടകവസി പ്രൗഢമനവ. ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് ഇപ്രകാരം ആൻസിസോട് ഇടപെടുകയാണ്. റിബനഘടകമസ്യാന പ്രൗഢവേ അൻസി തോമസ് റീബാന ഹംദര അടകമ ഷൈഡമന ഹത്തുര. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു, ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, അതിന് വിടുതൽ ഉണ്ടോ എന്ന് ചിന്തിച്ച് പല തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ 30-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യത്തിലൂടെ പ്രിയ സഹോദരി, ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. നിന്റെ വിലാപത്തെ നൃത്തമാക്കി നിന്റെ നെട്ടഴിച്ച് സന്തോഷമുടിപ്പിക്കുന്ന നാളുകൾ അതിദൂരമല്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില ദുഃഖങ്ങളുടെ നടുവിലൂടെ, ചില വേദനകളുടെ നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ വിടുതലില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുന്ന, കുടുംബത്തിലെ ചില വിഷയങ്ങളുടെ മേല്, ശരീരത്തിന്മേൽ വാദിക്കുന്ന ചില രോഗശക്തികളുടെ മേൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് നിങ്ങളെ വിടുവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, സിംഹക്കുഴിയിലേക്ക് ഇറക്കി വിട്ടതായ, ഹല്ലേലൂയ, എറിഞ്ഞു കളഞ്ഞതായ ദാനിയേലിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ദാനിയേലിന്റെ മുഖം എത്ര സന്തോഷമാണല്ലേ. ആ ദാനിയേലിന്റെ മുഖത്ത് സിംഹക്കുഴിയിലേക്ക് ഇട്ട ദാനിയേലിനെ പുറത്തു വന്നു നിന്ന് അസ്വസ്ഥനായി രാജാവ് ഹല്ലേലൂയ ദാനിയേലിനെ വിളിക്കുമ്പോൾ ദാനിയേൽ സിംഹക്കുഴിക്കകത്ത് വളരെ ശാന്തനായി, വളരെ സ്വസ്ഥനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവത്തെ ആരാധിച്ചുകൊണ്ടും ഈ സിംഹക്കുഴിയിലേക്ക് ഇടാൻ അനുവദിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ദാനിയേൽ അതിനകത്ത് വിശ്രമിക്കുന്നത്. പക്ഷേ സിംഹക്കുഴിയിലേക്ക് ഇടുവാൻ രേഖ എഴുതിപ്പിച്ചവരും സിംഹക്കുഴിയിലേക്ക് ഇട്ടവരുമായവരുടെ സ്വത്തത നശിപ്പിച്ചിട്ട് സിംഹക്കുഴിയിലേക്ക് ഇടുവാൻ നിയമം കൊടുത്തതായ രാജാവിന്റെ ഉറക്കത്തെ ദൈവം പെടുത്തി. ഈ സമയത്ത് ഞാൻ വേഗത്തിൽ ഞാൻ കടന്നു പോവുകയാണ്. ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്ന ചിലർക്ക് വിരോധമായി ചില വാക്കുകൾ സംസാരിച്ച് ചിലർക്ക് വിരോധമായി ചില ദുഷ്ടതയുടെ നിരൂപണങ്ങൾ അടിച്ചുവിട്ടുകൊണ്ട് കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത്, ദേശത്തു നിന്ന് ചില വ്യക്തികൾ എഴുന്നേറ്റ് ശുശ്രൂഷകൾക്കെതിരെ, ആരാധനകൾക്കെതിരെ, പ്രാർത്ഥനകൾക്കെതിരെ ചില പ്രതികൂലത്തിന്റെ കാറ്റഴിച്ചുവിട്ട് ഈ നാളുകളിൽ ദൈവസ്ഥലി ദാനിയേലിനെ പോലെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ദാസിയെ, നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന ചില വ്യക്തികളുടെ സ്വസ്ഥത കെടുത്തിക്കളഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നീ ആയിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ ദൈവം തന്റെ ദൂതനെ അയക്കുമെന്ന് ഇന്ന് പകൽക്കാലം ശക്തമായി ദൈവം ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രവർത്തിക്കുന്ന ഒരു ഫോറസ്റ്റിനുള്ളിലാണ്. സ്തോത്രം ചെയ്യുന്നു. കോതമംഗലത്ത് നിന്നും ഏകദേശം ഹല്ലേലൂയ പൂതത്താൻകെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഹല്ലേലൂയ ഒരു 10 കിലോമീറ്റർ താഴെയുള്ള ഹല്ലേലൂയ വനത്തിനകത്തുകൂടെ തന്നെ ഏകദേശം 7 കിലോമീറ്റർ യാത്ര ചെയ്യണം. വനം മാത്രമുള്ള ഒരു ഏരിയ പൂതത്താൻകെട്ട് എന്ന് പറയുന്ന ടൂറിസ്റ്റ് മേഖലയിൽ നിന്ന് പിന്നെയും ഉള്ളിലേക്ക് കടന്നു പോകുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് ഞാൻ അവിടെ ആലയത്തിന് പണി നടക്കുന്ന സമയത്ത് 2024 കാലഘട്ടത്തിൽ 2023 കാലഘട്ടത്തിൽ ഞാൻ അതിലെ ഒരു സന്ധ്യയായ സമയത്ത് ഞാൻ എൻ്റെ 2 വീലർ ഓടിച്ച് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദേശത്ത് നല്ല സന്ധ്യാസമയത്ത് മഴ പെയ്യുന്നതായ ഒരു സമയത്ത് ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പെരുമ്പാവൂർ വന്ന് അവിടെ നിന്ന് നേരെ ഞാൻ വടാട്ടുപാറയിലേക്ക് ചർച്ചിന്റെ ആലയത്തിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ചെയ്തു. എനിക്കറിയാം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചില ദിവസങ്ങളായി പ്രാർത്ഥിക്കുമ്പോൾ ആലയം പണിക്കെതിരെ ആ ദേശത്ത് ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ ദൈവിക സന്നിധിയിലേക്ക്, ദൈവവചനത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നറിഞ്ഞിട്ട് ശത്രു ഹല്ലേലൂയ എന്നെ തകർക്കുവാൻ, ശുശ്രൂഷയെ തകർക്കുവാൻ അവിടെ എൻ്റെ സഹോദരി പുത്രൻ എൻ്റെ കൂടെയുണ്ട്. അവിടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മേഖലകളെ അടച്ചു കളയുവാൻ ശത്രു പ്രവർത്തിക്കുന്ന തലങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവം ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ യാത്ര ചെയ്തു പോകുമ്പോൾ വനത്തിന്റെ ഉൾഭാഗത്ത് ഞാൻ എത്തിക്കഴിയുമ്പോൾ 2 പേര് എൻ്റെ പിന്നാലെ ബൈക്കിന് വന്നിട്ട് 4 പേര് 2 ബൈക്കിലായിട്ട് അവര്
കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് അവരെ ആരെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഞാനും ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഞാനും വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ച് സമയം മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ പിന്നിൽ ഈ വാഹനം വരുന്നത് ഞാൻ എന്റെ ഗ്ലാസ്സിൽ കൂടി കാണുവാനിടയായി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അവർ ഹല്ലേലൂയ, നീ വളരെ സൂക്ഷ്മതയോടെ, നീ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. ഞാൻ വണ്ടി ഓടിച്ച് വളരെ എന്റെ കണ്ണാടിയിൽ കൂടെ ഞാൻ നോക്കുവാൻ തുടങ്ങുമ്പോൾ എന്റെ വണ്ടി വളരെ സ്ലോ ആകുമ്പോൾ ഇവരുടെ വണ്ടി സ്ലോ ആവും. ഞാൻ മുന്നോട്ടെടുക്കുമ്പോൾ ഇവരും വണ്ടി മുന്നോട്ടെടുക്കും. അപ്പോൾ എന്റെ മനസ്സിനകത്ത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് സ്തോത്രം ഹല്ലേലൂയ, കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഉൾവനത്തിനകത്തുകൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു ശാന്തത നൽകി. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് നീ അവിടെ മുട്ടുകുത്തി ഹല്ലേലൂയ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുക. ദാനിയേൽ മുട്ടുകുത്തി ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാണ്, സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ല. ആ വനത്തിനകത്ത് നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല. ഏകദേശം 7 കിലോമീറ്ററോളം ഉൾവനത്തിനകത്തൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ധൈര്യപ്പെടുത്തി. ഞാൻ ആ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ആ വനത്തിന്റെ ആ സൈഡിൽ ആ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ ആ വണ്ടിയുടെ സൈഡിൽ മുട്ടുകുത്തി ഞാൻ ദൈവത്തോട് അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുവാൻ തുടങ്ങി. അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ പൈതലേ, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതും മുട്ടുമടക്കുന്നതും മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് തോന്നാം, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മോടൊന്ന് ഒഴിഞ്ഞു പോകേണ്ടതല്ലേ, അല്ലെങ്കിൽ നാം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നാം. ഒരു കാര്യം പറയും, നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ അല്ല നാം രക്ഷപ്പെടുന്നത്. നാം രക്ഷപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ മുട്ടുമുടക്കി മുട്ടുകുത്തി വാഹനത്തിൽ ഹല്ലേലൂയയോട് ചേർന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വണ്ടി ഒരു പ്രത്യേക ശബ്ദത്തിൽ എന്റെ അടുക്കലേക്ക് വന്ന് ഒന്ന് വട്ടം കറക്കിയിട്ട് ഈ വണ്ടിയിൽ വന്നവര് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഹല്ലേലൂയ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്ത് ഞാൻ എന്റെ വാഹനം എടുത്തുകൊണ്ട് ഞാൻ റോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ ഹല്ലേലൂയ പോകുവാനിടയായി തീർന്നു. ഞാൻ അവിടെ ചെന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാര് പറഞ്ഞു, ആന്റിയമ്മേ, ഞങ്ങൾ ആന്റിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ദൈവമാണ് ആന്റിയമ്മയെ രക്ഷിച്ചത്. ഇന്ന് പകൽക്കാലം കുത്തി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, അറിയാതെ നമ്മെ വിടുവിക്കുവാൻ ദൈവം തന്റെ ദൂതനെ നമുക്ക് വേണ്ടി അയക്കും, അല്ലെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കും. ഇന്ന് പകൽക്കാലം ഇവിടെ പറയുകയാണ്, സ്തോത്രം, ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടു. എന്നാൽ ദാനിയേലിനെ രക്ഷിപ്പാൻ സ്തോത്രം മനസ്സ് വെച്ച് ഹല്ലേലൂയ ദാവീദിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. 68-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. മാത്രമല്ല അതിന്റെ 20-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവയാണ്. ഈ സൂമിൽ കയറിയിരിക്കുന്ന ചിലരുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ പോരാടി നിൽക്കുന്ന ചില രോഗത്തിന്റെ പേര് കേട്ട് സ്തോത്രം പലരും മരണപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്, മരണത്തിന്റെ നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ഇന്ന് പകൽ ആത്മാവിൽ ദൂതേറ്റെടുത്ത് ആരാധിച്ച് ജയമെടുത്താൽ വിടുവിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ആമേൻ, ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. ഈ മാസത്തിന്റെ 1-ാം തീയതി ദൈവാത്മാവ് പറയുന്നു, ഇടവിടാതെ ദൈവത്തെ സേവിച്ചു വരുന്ന ദൈവത്തിന്റെ പൈതലെ, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് ആര് നിങ്ങളെ വിടുവിക്കുമെന്നോർത്ത്, ആര് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ഡോക്ടർമാർക്ക് ഒരു പരിധിയുണ്ട്, പാസ്റ്റർമാർക്ക് ഒരു പരിധിയുണ്ട്, മാതാപിതാക്കൾക്ക് ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്തവനായ ദൈവം ഇന്ന് പകൽക്കാലം പറയുകയാണ്, നീ സേവിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ആര് രക്ഷിക്കുമെന്നോർത്ത് ഭാരത്തോടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നീ സേവിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കും. പ്രിയ ദൈവമക്കളെ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ഈ രോഗത്താൽ ഞാൻ 3.5 വർഷത്തോളം 2 ബ്രസ്റ്റിലും ക്യാൻസർ വന്ന് സൗഖ്യം ഇല്ലാതെ മരുന്ന് കഴിച്ച് എന്റെ ശരീരത്തിനകത്ത് ഇഞ്ചക്ഷൻ വെക്കാൻ ഇനി സ്ഥലമില്ല. ഞാൻ കഴിക്കാത്ത മരുന്നുകളില്ല. പക്ഷെ ഓരോ ദിവസവും
മരുന്ന് കഴിക്കും തോറും എൻ്റെ ശരീരത്തിന്റെ നിലവാരം വളരെ മോശമായി കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി കരയുന്ന ഒരു ദൈവത്തിന്റെ സഭ, മാത്രമല്ല എൻ്റെ പിതാവും മാതാവും, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നതാണ്. എൻ്റെ പിതാവും മാതാവുമാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വന്നത്. അവര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുടുംബം, 2 കൊച്ചു കുഞ്ഞുങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ക്യാൻസറിന്റെ ചികിത്സയുമായി ഞാൻ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ഓരോ നിമിഷവും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ദൈവകൃപയിൽ നിൽക്കുന്ന സമയത്താണ്, ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ്, ദൈവത്തിന്റെ ഒരു അരുളപ്പാടാണ് ഈ രോഗാവസ്ഥയിലൂടെ എന്നെ കടത്തിവിടുന്നത്. ഞാൻ ഈ രോഗത്തിലൂടെ കടന്നു പോകുന്നതിന് മുന്നമേ ദൈവം എന്നോട് സംസാരിച്ചിരുന്നു. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, ചാകുന്നുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. സ്തോത്രം. ജീവിതത്തിന് നടുവിലൂടെ, കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, നിന്ദകളിലൂടെ, ഒറ്റപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് വളരെയധികം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചതാണ്, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും, ചാകുന്നുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. പക്ഷെ ഞാൻ ഒരിക്കലും എന്നെ ഒരു ക്യാൻസറിന്റെ അവസ്ഥയിലൂടെ കടത്തിവിട്ടിട്ടാണ് ഈ ഒരു നിലവാരത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കേട്ട്, അരുളപ്പാട് കേട്ട് എന്റെ ബുക്കിനകത്ത് എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ ശരീരത്തിന്റെ വലതുവശത്തെ മാറിടത്തിൽ ഒരു തടിപ്പ് കാണുവാൻ ഇടയായി. അതിന്റെ ചികിത്സയുമായി മുന്നോട്ട് കടന്നുപോയി. ബയോപ്സിക്ക് അയച്ചു. അതിന്റെ റിസൾട്ട് ക്യാൻസർ എന്ന് പറഞ്ഞ് അത് മടങ്ങി വരുവാൻ ഇടയായി. എന്നാൽ അതിനുവേണ്ടി മരുന്നും ചികിത്സയും പ്രാർത്ഥനയും ഒക്കെ കടന്നുപോയി. 1.5 വർഷങ്ങൾ കഴിയുമ്പോൾ ഇടതുവശത്തെ മാറിലേക്കും ക്യാൻസർ കടന്നു വരുവാനിടയായി. എന്നാൽ 2 മാറിടത്തിലും ക്യാൻസർ വന്ന് സൗഖ്യമില്ലാതെ, ഹല്ലേലൂയ, 3.5 വർഷത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിലും മറ്റു പല ഹോസ്പിറ്റലുകളിൽ കൂടെ കയറി ഇറങ്ങി സൗഖ്യമില്ലാതെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ എന്റെ 2 കൊച്ചു കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, അവര് എന്തു ചെയ്യണമെന്നറിയാതെ അവരും കണ്ണുനീരിന്റെ ആഴത്തിലൂടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നു. എനിക്ക് അസുഖം വരുന്ന സമയത്ത് എന്റെ ഇളയ കുഞ്ഞിന് 6 മാസം മാത്രമേ പ്രായമുള്ളൂ. എന്നാൽ 2 കുഞ്ഞുങ്ങളുമായി ആ കാലഘട്ടത്തിൽ എന്റെ കുഞ്ഞുങ്ങളുടെ പിതാവ് ദൈവകൃപയിൽ നിന്നും അന്യപ്പെട്ട് മാനസാന്തരമില്ലാത്തവനായി ഒരു പിന്മാറ്റക്കാരനായി മടങ്ങിപ്പോകുന്ന കാലഘട്ടമായിരുന്നു. ദൈവമക്കളെ, പിന്മാറ്റത്തിന്റെ മണ്ഡലത്തിലേക്ക് കടന്നു പോകുമ്പോൾ തുടങ്ങി അനേകർ കടന്നു വന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കും, ദൈവശബ്ദം കേൾപ്പിക്കും. പക്ഷേ അതൊന്നും ഏറ്റെടുക്കുവാൻ കഴിയാതെ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് എന്റെ കുടുംബത്തെ എനിക്ക് മടക്കി തരണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിഹാസപാത്രമായി തീരാതിരിപ്പാൻ, ഹല്ലേലൂയ, എന്റെ ഭർത്താവിനെ എനിക്ക് മടക്കി തരണമെന്ന് പറഞ്ഞ് ദൈവസഭ കണ്ണുനീരോട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ ദാസന്മാർ കടന്നു അരുളപ്പാടുകൾ അറിയിക്കും. അവർ പറയും, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, ഈ താഴ്വരകളിൽ അനേക കുഴികൾ വെട്ടുവിൻ, കുഴികൾ വെള്ളം കൊണ്ട് നിറവ് വരുന്ന ഒരവസ്ഥ ജീവിതത്തിൽ വരും. എന്നാൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മടുത്തുപോയ അനുഭവങ്ങളുടെ നടുവിൽ ഈ പരിശോധനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഹല്ലേലൂയ, ഈ ദിനം മരണത്തിനല്ല, ഈ ദിനം മരണത്തിനല്ല, ദൈവപുത്രന്റെ നാമം മഹത്വം എടുക്കുവാനാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് എന്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുപോകുമ്പോൾ എന്റെ പിതാവ് കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ശുശ്രൂഷയിലേക്ക് കടന്ന് അത് മുന്നോട്ട് പോകുന്ന സമയമാണ്. എന്റെ പിതാവും മാതാവും ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ, ഞങ്ങളിൽ ആര് ചെയ്ത പാപമാണ് എന്റെ കുഞ്ഞിതുപോലെ കഷ്ടത അനുഭവിക്കുന്നത്? 2 ബസ്സിലും ക്യാൻസർ വന്ന് പഴുത്തു പൊട്ടി ഒഴുകി രാത്രിയും പകലും പോലും തിരിച്ചറിയുവാൻ കഴിയാതെ ഒരു കട്ടിലിൽ മേൽ എഴുന്നേൽക്കുവാൻ കഴിയാതെ കിടക്കുന്ന എന്റെ തലമുറയ്ക്ക് ഇതാരും ചെയ്ത പാപമാണെന്ന് പറഞ്ഞ് എന്റെ പിതാവ് കണ്ണുനീരോടെ ദൈവസഭ മാതാവും പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ശബ്ദം എന്റെ പിതാവ് കേട്ടു. ഹല്ലേലൂയ, ഈ ദിനം മരണത്തിനല്ല, ഇതാരും ചെയ്ത പാപമല്ല, ഇത് ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുവാനാണെന്ന് എന്റെ പിതാവ് ദൈവശബ്ദം കേൾക്കുവാനിടയായി. അവർ ദൈവസഭ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശക്തീകരിക്കും. അവർ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശക്തീകരിക്കും. എനിക്ക് ആപത്തുള്ള സമയത്തൊക്കെയും അതേ മർക്കോസ് 14:8 പറയുന്നത് പോലെ അവൾ തന്നാലാവത് ചെയ്തു, എന്നെ കൊണ്ടാവുന്നത് പോലെ
ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കും, ആരാധിക്കും. വേദന ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ദൈവം ചെയ്ത വഴികൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. അനേക ദൈവദാസന്മാര് എന്നെ കുറിച്ച് പറഞ്ഞതായ അരുളപ്പാടുകൾ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. എന്നാൽ ഹല്ലേലൂയ, ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചു. ഹല്ലേലൂയ, കാരണം വേദന സഹിക്കാൻ വയ്യാതെ 2 മാറിടത്തിലും ക്യാൻസർ വന്ന് പൊട്ടിയൊഴുകി. വേദന സഹിക്കുവാൻ കഴിയാതെ മണിക്കൂറുകൾ ഞാൻ കഴിക്കുന്ന ഗുളികയുടെ എഫക്റ്റ് കൊണ്ട് കിടന്നുറങ്ങും. അതിനുശേഷം എഴുന്നേറ്റ് 2 കൈകൾ കൊണ്ടും എന്റെ മാറിടം രണ്ടും വലിച്ചു കീറുന്നത് പോലെ വേദന സഹിക്ക വയ്യാതെ കിടന്ന് നിലവിളിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, മതി കർത്താവേ, എനിക്കിനി വേദന സഹിക്കാൻ വയ്യ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ഏലിയാവ് നിലവിളിച്ചതുപോലെ നിലവിളിയുടെ ശബ്ദം മുറിക്കകത്തുനിന്ന് ഉയരും. എനിക്ക് ആരെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാതെ, എന്റെ കുഞ്ഞുങ്ങളെ കണ്ടാൽ തിരിച്ചറിയത്തില്ല, ആരെയും കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ 4 കീമോയോളം കഴിഞ്ഞ് എന്റെ ശരീരത്തിലെ, എന്റെ തലയിലെ തലമുടി എല്ലാം കൊഴിഞ്ഞു പോയി. എന്റെ ശരീരമെല്ലാം ഒരു അസ്ഥികഷ്ണം പോലെ ക്ഷീണിച്ച് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എന്റെ മുറിക്കകത്തുനിന്ന് കണ്ണാടിയെല്ലാം മാറ്റി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഒരു കട്ടിൽ ഏകാന്തത അനുഭവിച്ചുകൊണ്ട് വർഷങ്ങൾ കിടക്കുമ്പോൾ ദൈവത്തിനെ നിലവിളിച്ചു, കർത്താവേ, എനിക്ക് മതി, എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ പ്രാണനെ ഒന്ന് എടുക്കണമേ. എന്റെ കുടുംബം എന്നെ ചൊല്ലി നിലവിളിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരനാഥനെ പോലെ വളരുന്നു, എനിക്ക് സഹിക്കവൈ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, മതി, മരിക്കയില്ല, നീ ജീവനോടിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ എനിക്ക് നിൽക്കുവാൻ ദൈവം എന്നെ ശക്തീകരിച്ചത് ഈ ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് പകൽക്കാലം പറയട്ടെ, നാം സേവിച്ചു നിൽക്കുന്ന ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. എത്ര കഠിന ശോധനയാകട്ടെ, ഏതെല്ലാം രോഗങ്ങളാകട്ടെ, ഏതെല്ലാം പ്രയാസങ്ങളാകട്ടെ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുകയാണ്, നീ കടന്നു പോകുന്ന പരിശോധന, നീ കടന്നു പോകുന്ന വേദന ഒരു പക്ഷെ നിനക്ക് സഹിക്കാൻ വയ്യാത്തതായിരിക്കാം, നിനക്ക് താങ്ങാവുന്ന അപ്പുറമായിരിക്കാം. പക്ഷേ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, നിനക്ക് സഹിക്കാവുന്നതിലധികം പരിശോധന തരുന്നവനല്ല നമ്മുടെ ദൈവം. പരീക്ഷയോട് കൂടെ പോക്കുവഴി തന്ന് നിന്നെ രക്ഷിച്ചു നടത്തുന്ന ദൈവത്തിന് കൃപയ്ക്കായി ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ആരും രക്ഷിക്കത്തില്ല, എനിക്ക് സൗഖ്യമുണ്ടാകത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുമ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാട്ടോ, ഇന്നത്തെ കാലത്തൊക്കെയാണെങ്കിൽ നമ്മൾ എപ്പ ചത്തുപോയെന്ന് ചോദിച്ചാൽ മതി. അന്നത്തെ കാലഘട്ടത്തിൽ എന്റെ സ്വദേശം ഇടുക്കി ജില്ലയിൽ വെള്ളത്തൂവലാണ്. അവിടെ മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് എന്റെ സ്വന്തം ഭവനം. എന്നാൽ ആ മലയ്ക്ക് ചുറ്റുമുള്ള പ്രാർത്ഥിക്കുന്ന സാധുക്കളായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും അടങ്ങുന്ന ഒരു ദേശം. ആ ദേശത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം സഹോദരങ്ങള്, അന്നത്തെ കാലഘട്ടത്തിലുള്ളവരാരും ഇന്നില്ല കേട്ടോ, അവരെല്ലാം മരണപ്പെട്ടു പോകുവാനിടയായി കർത്താവിന്റെ സന്നിധിയിൽ അവർ വിശ്രമിക്കുന്നു. എന്നാൽ അവരെല്ലാം വീട്ടിൽ വന്നിരുന്നു പ്രാർത്ഥിക്കും. അവരുടെ പ്രാർത്ഥന എനിക്ക് എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും വിടുതലുണ്ടാകുവാൻ ഇടയായി തീർന്നു. അവരെങ്ങനെ പ്രാർത്ഥിച്ചു? അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവരെങ്ങനെ പ്രാർത്ഥിച്ചു? അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അവരെങ്ങനെ പ്രാർത്ഥിച്ചു? സ്നേഹത്തോടെ പ്രാർത്ഥിച്ചു. അവരെങ്ങനെ ആരാധിച്ചു? ദൈവം വിടുവിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ആരാധിച്ചു. ഇന്ന് പകലിൽ ഹല്ലേലൂയ, എന്റെ ശരീരത്തിന്മേൽ ഹല്ലേലൂയ കത്തി വെക്കാൻ അനുവദിക്കാതെ എന്റെ മാറിടം ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് ഹല്ലേലൂയ, പലപ്പോഴും എന്നെ സർജറിക്ക് വേണ്ടി തിയേറ്ററിൽ കയറ്റിയ സ്ഥാനത്ത് ശരീരത്തിൽ ആ സമയത്ത് എവിടെ നിന്നോ ഇല്ലാത്തതായിരിക്കുന്ന പ്രമേഹം എന്റെ ശരീരത്തിൽ ഉണ്ടാകും. എന്നാൽ ഡോക്ടർമാർ പറയും ശരീരത്തിൽ നന്നായിട്ട് ഷുഗർ ഉണ്ട്, ഇപ്പോൾ സർജറിക്ക് സാധ്യമല്ല, എന്നെ തിയേറ്ററിൽ നിന്ന് കയറ്റിയിട്ട് അതുപോലെ പുറത്തിറക്കും. എന്നാൽ ഈ സമയത്ത് ഒരു കാര്യം പറയട്ടെ, അല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ കത്തി വെക്കാൻ ഇടവരുത്തരുതേ, കത്തി വെക്കാൻ ഇടവരുത്തരുതേ എന്ന് പറഞ്ഞവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എനിക്കിന്ന് സന്തോഷത്തോടെ പറയുവാൻ കഴിയും, എന്റെ ശരീരത്തിന്റെ മാറിടത്തിൽ കത്തി വെക്കാതെ എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഇന്ന് പകൽ കർത്താവിനോട് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചിലത് ഈ സമയത്ത് മാറിപ്പോകട്ടെ. ചില ക്യാൻസറുകൾ നീങ്ങിപ്പോകട്ടെ, ചില സർജറികൾ നീങ്ങിപ്പോകട്ടെ, ചില മരണങ്ങൾ മാറിപ്പോകട്ടെ. സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് അതിശക്തമായി വെളിപ്പെടട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ക്യാൻസറുകളിന്റെ അതിൻ്റെതായിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ നിമിത്തം ചില കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ചില വേദനകൾ ഈ നിമിഷം മാറിപ്പോകട്ടെ. ചില സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവര് മീറ്റിങ്ങിനകത്തുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു. കടബാധ്യത നിമിത്തം ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഭാരത്തോടിരിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക. മറിയയ്ക്ക് ദൈവം തന്റെ കൃപ കൊടുത്തതുപോലെ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകരുമ്പോൾ ഫിലിപ്പിയർ 4:19 പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഏകദേശം 34-35 വർഷത്തോളം ആകുന്നു. എന്റെ മൂത്ത മോൾക്ക് 36 വയസ്സുണ്ട്. അവൾ ജനിക്കുമ്പോഴും വിശ്വാസത്തിലാണ്. എന്നാൽ കർത്താവ് എനിക്ക് സൗഖ്യം തന്ന് ഞാൻ ശുശ്രൂഷയിലായി. എന്നോടൊപ്പം ശുശ്രൂഷയിൽ പല ദൈവദാസിമാർ, പല ദൈവദാസന്മാരുണ്ട്. അവരൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പക്ഷേ ഇത്ര വർഷമായില്ലേ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട്, ഇതുവരെ സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലേ? ഇതുവരെ സ്വന്തമായിട്ട് സിസ്റ്റക്കൊന്നും ഇല്ലല്ലോ. ഞങ്ങളെ നോക്കൂ, ഞങ്ങൾക്ക് വീടുണ്ട്, കാറുണ്ട്, സകലതുമുണ്ട്. എന്നാൽ ഈ സമയത്തും ഞാൻ അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറയാം, വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ കർത്താവിനെ ഉയർത്തുന്നത്. എന്നാൽ ഞാൻ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. കാരണം എന്നെ കൊണ്ട് പണിതെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള മനോഹരമായ ഭവനത്തിനകത്താണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. സ്തോത്രം. ഒരു ദൈവദാസി എങ്ങനെ താമസിക്കണം, എങ്ങനെയുള്ള ഭവനത്തിൽ താമസിക്കണം, എന്തു ഭക്ഷണം കഴിക്കണം, എന്തു വസ്ത്രം ധരിക്കണം, ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണം എന്നൊക്കെ ദൈവം എന്നെ കുറിച്ച് നിരൂപിച്ചു വെച്ചിരിക്കുന്ന നിരൂപണത്തിനകത്തൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, കടം മേടിക്കാതെ ജീവിപ്പാൻ. സ്തോത്രം. ഇന്ന് വരെയും എനിക്ക് വളരെ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ പറ്റും, ഞാൻ ഏതെല്ലാം കാര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ ആ തീരുമാനങ്ങളിലെല്ലാം എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ആമേൻ. എല്ലാവരും പറഞ്ഞു, വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളല്ലേ, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ അവരെ പഠിപ്പിക്കും, ആരവരെ കല്യാണം കഴിക്കും, ഇതൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്ക് ദൈവസ്ഥലിൽ പറയുവാൻ കഴിയും, എൻ്റെ 2 പെൺകുഞ്ഞുങ്ങളെയും ദൈവത്താൽ അവർക്ക് കുടുംബജീവിതങ്ങൾ ദൈവം ഒരുക്കി. ഹല്ലേലൂയ. അവരിന്നും സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ സന്തോഷത്തോടെ 2 മക്കളും എറണാകുളത്ത് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവർക്ക് മക്കളുണ്ട്, അവർ സന്തോഷമായി ജീവിക്കുന്നു. കൃപയാൽ ഞാൻ പറയട്ടെ, ഇന്നും ആരുടെ മുൻപിലും കരങ്ങൾ നീട്ടി എനിക്കൊരു ആവശ്യമുണ്ട് ഇന്നതാണെന്ന് പറയുവാൻ ഇടവരുത്താതെ എൻ്റെ ദൈവം ഈ വേദപുസ്തകവുമായി ഇറങ്ങിത്തിരിച്ച എന്നെ ദൈവം പരിപാലിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം നിത്യനായ ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം തേജോമയനായ ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവം ഇന്ന് പകൽക്കാലം പറയട്ടെ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നാം സേവിക്കുന്ന ദൈവം നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണെന്ന് ഇന്ന് പകർക്കാൻ ഞാൻ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് മടങ്ങി വന്നാൽ ദൈവത്തോടുള്ള സ്നേഹത്തെ ഒന്ന് ഹല്ലേലൂയ പിന്നെയും ഒന്ന് ചേർത്ത് പിടിച്ച്, അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നതുപോലെ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ, സ്തോത്രം ചെയ്യുന്നു, ഒന്ന് കൂടെ നടക്കുവാൻ ദൈവസന്നിധി പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ മുട്ടുമടക്കുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും. ആമേൻ. എനിക്ക് പറയുവാൻ കഴിയും, സ്തോത്രം, ദൈവസന്നിധി ഞാൻ സമ്പന്നയാണ്. മറിയാമ്മ എന്ന് പറയുന്ന ഒരു ആന്റി
സോമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പരിശുദ്ധാത്മ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. മറിയാമ്മ എന്നൊരു പേര് എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. ശരീരത്തിന്മേൽ പലപ്പോഴും രോഗസൗഖ്യമില്ലാതെ അസ്വസ്ഥത അനുഭവിക്കുന്ന പ്രിയ മാതാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് പകൽ ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാം വചനത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവം ഇടപെടുന്നു. ആൻറ്റി കടന്നു പോകുന്ന വിഷയത്തിനകത്ത് നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ ദൈവം പ്രാപ്തിയുള്ളവനാണ്. പൂർണ്ണമായി നിങ്ങളെ പൂർണ്ണമായി ഈ മീറ്റിംഗ് കഴിയുമ്പോൾ, ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ദൈവം നിങ്ങളോട് അതിശക്തമായി ഇടപെടുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കാരണം ഇന്ന് പകൽക്കാലം ഞാൻ വേഗത്തിൽ കടന്നു പോവുകയാണ്. സ്തോത്രം ചെയ്യുന്നു. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. 20-ാം വാക്യം ഒന്ന് വായിക്കാമോ? ദാനിയേൽ 6-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവർ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ആമേൻ. ദാനിയേൽ രാജാവിനോട് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ അതെ, ഹല്ലേലൂയ. സിംഹങ്ങളുടെ നടുവിൽ എന്നെ രാജാവെ നിങ്ങൾ ഇട്ടുകളഞ്ഞുവെങ്കിലും എനിക്കൊരു കേട് പറ്റാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ദൂതനെ ദൈവം എനിക്ക് വേണ്ടി അയച്ച് സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി ഇടപെടുമ്പോൾ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ എന്ന് രാജാവിനെ കൊണ്ട് ദാനിയേലിനെ വിളിപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസനായ ഗുഹയിലേക്ക് ദാനിയേലിനെ വലിച്ചിടുമ്പോൾ രാജാവ് പറഞ്ഞില്ല. പക്ഷേ ഗുഹയ്ക്കകത്തിട്ട് കളഞ്ഞ ദാനിയേലിനെ നോക്കി രാജാവ് ഇപ്പോൾ വിളിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ഇന്ന് പകലിൽ ദൈവാത്മ പറയുകയാണ്, നിന്നെ ചില പ്രതികൂലത്തിനകത്തിടുന്നത് ചില നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക്, ചില അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് അവനോട് ദൈവം ഇടപെടുവാൻ ഒരു പക്ഷേ കാരണമായി തീരേണ്ടതിനാണ്. നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ ചില പ്രതിസന്ധികളുടെ നടുവിൽ ഈ ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നതുപോലെ പരിശോധനയുടെ നടുവിൽ നീ ഗുഹയുടെ നടുവിലായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്റെ ഗുഹയിലിട്ടവർ തന്നെ നിന്റെ ദൈവത്തെ സേവിപ്പാൻ, നിന്റെ ദൈവത്തെ ആരാധിപ്പാൻ അവരെ പ്രാപ്തനാക്കുന്ന നിലവാരത്തിൽ ദൈവത്തിന് ഇടപെടുവാൻ പ്ലാൻ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ പറയുകയാണ്, ദാനിയേൽ പറയുകയാണത്, രാജാവേ, എന്നെ സിംഹക്കുഴിയിലേക്ക് ഇടുമ്പോൾ തന്നെ എനിക്ക് കേട് വരാതിരിക്കേണ്ടത് ദൈവം തന്റെ ദൂതനെ അയച്ചു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം തന്റെ ദൂതനെ അയച്ച് വിടുവിക്കുന്നു. ദൈവം തന്റെ ദൂതനെ അയച്ച് അടകമശാന വൈഡമനറിഹത്തുനെ ചില ജോലി സംബന്ധമായ വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ഈ സൂമിൽ കയറിയിരിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല, നിങ്ങൾക്ക് വേണ്ടി ആരും ഇടപെടാനില്ല. എന്നാൽ ദൈവം തന്റെ ദൂതനെ അയക്കാൻ പോവുകയാ. ചില ജോലി സംബന്ധമായ വിഷയങ്ങളിൽ, തലമുറകളുടെ പരീക്ഷയോടുള്ള ബന്ധത്തിൽ, തലമുറയുടെ പരീക്ഷയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ദൈവം തന്നെ ദൂതനയക്കുക. ചില കുട്ടികൾക്ക് വേണ്ടി എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ല, എത്ര അവർക്ക് വേണ്ടി സംസാരിച്ചിട്ട് കാര്യമില്ല, എത്ര ട്യൂഷൻ കൊടുത്തു മടുത്തു. എന്നാൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആ തലമുറയെ നീ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം തന്നെ ദൂതനെ അയച്ച് ആ കുഞ്ഞിനോട് സംസാരിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. തലമുറയെ നീ കരയുവാൻ തുടങ്ങിയിട്ട് ചില മാസങ്ങളായി സ്വസ്ഥതയില്ലാതെ നിന്റെ തലമുറ ഉറങ്ങിക്കിടക്കുമ്പോൾ
മുറിക്കകത്തിരുന്നു കൊണ്ട് നീ ഏങ്ങലടിച്ച് കരയുന്നത് കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധത പറയുക, ആ തലമുറയെ ബന്ധിച്ച്, ഭാവിയെ ബന്ധിച്ച് ഒരു പഠിക്കുവാൻ കഴിയാതെ, അവർക്ക് പഠിക്കുവാൻ കഴിയാതെ, അവരുടെ വിവാഹത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ, ആ യാത്രകളിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ ചില പോരുകളെ ഈ മാസത്തിന്റെ 1-ാം മാസത്തിൽ തന്നെ, ഈ മാസത്തിന്റെ 1-ാം തീയതി തന്നെ ദൈവത്തിന്റെ പരിശുദ്ധം പറയാ, ഈ 10-ാം മാസം 1-ാം തീയതി ചില ബന്ധനങ്ങളെ എന്റെ യേശു അഴിക്കുകയാ. തലമുറയെ ചൊല്ലി നിലവിളിക്കുന്ന ഹാഗാറിനെ പോലെ ഈ മകന്റെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് ഒരു കുറുങ്കാറ്റിൻ ദൂരത്ത് അലലയെ മാറ്റിക്കിടത്തി കരയുന്ന പോലെ തലമുറയെ ചൊല്ലി, ഭർത്താവിനെ ചൊല്ലി കരയുന്ന ചില സഹോദരിമാർ ഇതിനകത്തുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ദൂതറിയിക്കുക. ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരിമാരെ, ശുശ്രൂഷകരായിരിക്കുന്ന ഭർത്താക്കന്മാരെ ചൊല്ലി നിലവിളിക്കുന്നവർ ഇതിനകത്തുണ്ട്. കർത്താവ് പറയാ, ദൈവം ഈ സമയത്ത് ദൂതനെ അയക്കാൻ പോകുകയാ. ദൈവം ദൂതനെ അയച്ച് നിങ്ങളെ വിടുവിക്കുക. ദൈവം ദൂതനെ അയച്ച് നിങ്ങളെ വിടുവിക്കുക. ഇന്ന് പകൽക്കാലം അത് ഇവിടെ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? രാജാവ് ചോദിക്കുക, നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? ഈ ദൈവം ആരാന്ന് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം കൂടെ ഒരാൾക്കൊന്ന് വായിച്ച് സഹായിക്കാമല്ലോ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ആമേൻ. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ വായിക്കും. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തോട് അടുക്കുന്ന നിനക്ക് വേണ്ടി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നീ ഒന്ന് അടുക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ പരിശോധനകളുടെ നടുവിൽ നീ തളർന്നു പോകാതെ, പലപ്പോഴും പറയുകയാണ്, എനിക്ക് പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു പോകുമായിരുന്നു. കുഞ്ഞി പറന്നു പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നിന്റെ കഷ്ടതയുടെ നടുവിൽ നീ ദൈവത്തോടൊന്ന് അടുക്കണം. പറയുകയാണ്, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവം. ആമേൻ. ഈ തന്നെയല്ല, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, രണ്ടുപേരുടെ മധ്യ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുന്ന ഒരു ദൈവം. മനുഷ്യനെ ഭയവും ദൈവത്തെ ശങ്കയുമില്ല എങ്കിലും സ്ത്രീ, വിധവയായിരിക്കുന്ന സ്ത്രീ എന്റെ മുഖത്തടിക്കുമെന്ന് പേടിച്ച് ഉള്ളുകൊണ്ട് പറഞ്ഞ് അവൾക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു ന്യായാധിപന്റെ ഉള്ളത്തെ തൊട്ട ദൈവം ഇന്ന് പകൽ ഈ സൂമിൽ കയറിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിനക്ക് വേണ്ടി ആരും പക്ഷപാതം ചെയ്യുന്നത് നീ കാണുന്നില്ല. പക്ഷേ നീ കാണാതെ ദാനിയേലിന്റെ കുഴിക്കകത്തേക്ക് ദൂതനെ അയച്ച ദൈവം ഇന്ന് പകൽ പറയുകയാണ്, നിന്റെ വിഷയത്തിന് വേണ്ടി നീ പോലും അറിയാതെ പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കൃപയാണ് ഇന്ന് പകൽ നിന്നെ ഈ സൂമിൽ ജീവനോടെ ഇരുത്തിയിരിക്കുന്നത്. ആമേൻ. എന്നിട്ട് പറയുന്നു, സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തിയുള്ള ദൈവം. ഹല്ലേലൂയ. ദാനിയേലിന്റെ രാജാവിന് മനസ്സിലായി ഈ ദൈവം പ്രാപ്തനാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴാ മനസ്സിലായത്? സിംഹക്കുഴിയിലിട്ടപ്പോൾ ഒരു ദൈവപൈതലേ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞെ, പലർക്കും ദൈവത്തെ ഇങ്ങനെ കാര്യം കാണുന്ന അല്ലെ ഇന്നത്തെ കാലഘട്ടത്തിൽ. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ ഒരു ശുശ്രൂഷ നടന്നതിനെ കുറിച്ച് എന്നോട് ഒരു വ്യക്തി വിളിച്ചു പറയുക. അവര് കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ 3 ദിവസം ദൈവം ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ നടക്കെ എല്ലാ മാസത്തിന്റെ അവസാനം ഉള്ള പ്രാർത്ഥന.
ആ പ്രാർത്ഥന നടക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് വരാനിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. എന്നാൽ ആ സഹോദരി ആ മീറ്റിങ്ങിൽ പോയിട്ട് എന്നോട് പറഞ്ഞ ഒരു സാക്ഷ്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇന്ന് എല്ലായിടത്തും നടക്കുന്നതാണ്. ഹല്ലേലൂയ. മണി എന്താ സാമ്പത്തിക മണ്ഡലങ്ങൾ അത് എന്താ പറയുക, അതിങ്ങനെ വജ്രമായിട്ടും സ്വർണമായിട്ടും അല്ലെങ്കിൽ മണി ഓർഡർ ആയിട്ടും ഗൂഗിൾ പേ ഒക്കെ ആയിട്ട് വേദപുസ്തകത്തിനകത്ത് വന്നിരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരത്തിലുള്ള ശുശ്രൂഷകളുള്ള കാലഘട്ടത്തിൽ ദൈവവൈതലേ, നീ തിരിച്ചറിയണം ഒരു കാര്യം എന്ന് പകൽ പറയാം. വേദപുസ്തകത്തിനകത്ത് പണം കൊണ്ട് വെക്കുന്നവനല്ല ദൈവം. വേദപുസ്തകത്തിനകത്ത് ഗൂഗിൾ പേ ചെയ്യുന്നവനല്ല ദൈവം. നീ ദൈവസനി മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ, നീ ദൈവസനി കണ്ണുനീരൊഴുക്കിയാൽ, നീ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, നിന്റെ കഷ്ടത എന്തിനെന്നറിയാമോ? അവൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുവാൻ. ഞാനും നിങ്ങൾ കടന്നു പോകുന്ന പരീക്ഷാഘട്ടത്തിൽ അവൻ നമ്മെ തള്ളിക്കളയാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്ത് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ അതിശക്തമായി ദൈവത്തിന്റെ ആത്മാവ് അരുളപ്പാട് അറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അരുളപ്പാട് അറിയിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇത്രയും വർഷമായിട്ട് 40-21-7-3 കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ ചില വർഷങ്ങൾ കൂടി കണ്ട ഒരു സിസ്റ്റർ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ വളരെ ദീർഘദൂരം 3-3.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഈ ഹല്ലേലൂയ ഫോറസ്റ്റിനുള്ളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന സമയത്ത് പോകാൻ നേരം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ആന്റി ഒത്തിരി ക്ഷീണിച്ചു പോയി കേട്ടോ, ഒരുപാട് ക്ഷീണിച്ചു പോയി. ഇങ്ങനെ ഉപവസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ശരീരം ഒന്ന് നോക്കണേ. ഹല്ലേലൂയ. ഇന്ന് പകല് പറയട്ടെ, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ദേശത്തെ ശക്തി നീങ്ങിപ്പോകത്തില്ലെന്ന് തിരിച്ചറിവുള്ള നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ നീങ്ങിപ്പോകണമെങ്കിൽ സൂമിൽ കയറിയിരിക്കുന്ന ദൈവകുഞ്ഞെ, ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും ഒന്ന് മടങ്ങി വരണം. കർത്താവിന്റെ ദാസി ഇൻഡക്ഷൻ പറഞ്ഞപ്പോൾ ഇരമ്യാവ് 15:19 പറഞ്ഞു, അത് നീ അധമമായി ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ ദൈവം നിന്നെ വാലായിട്ട് കിടക്കാനല്ല, തലയായിട്ട് നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നേ. എന്തുകൊണ്ടാണ് വാലായിട്ട് പിറകിൽ കിടക്കുന്നതെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഈ പഴയ ഈ അനുഭവങ്ങളിലൂടെ തന്നെ അതിനകത്തിരുന്നോണ്ട് ഞാൻ അന്നങ്ങനെ ചെയ്തു, ഞാൻ അന്നിങ്ങനെ പ്രാർത്ഥിച്ചു, അന്നിങ്ങനെ ഉപവസിച്ചു എന്ന് പറഞ്ഞിരിക്കുവാനല്ല, പഴയ പാരമ്പര്യങ്ങൾ പറഞ്ഞിരിക്കുവാനല്ല. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ, തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ പൂർണ്ണമായി രക്ഷിക്കുമെന്ന് ആ ഹൃദയത്തിൽ പരമാർത്ഥതയോടുകൂടെ ഉത്കൃഷ്ടമാനസനായ ദാനിയേലിനെ പോലെ പറയുവാൻ ആർക്കുണ്ട് മനസ്സ്? അവരെ വിടുവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആമേൻ. താങ്ക് യു ലോർഡ്. ഇവിടെ പറയുകയാണ്, സ്തോത്രം ചെയ്യുന്നു. ദാനിയേല് തിരിച്ചു പറയുക, രാജാവ് ദീർഘായുസ്സായിട്ടിരിക്കും. കണ്ടോ, ദാനിയേലിന്റെ മരണം കാണാൻ ഒരു ഭാഗം ആൾക്കാർ നിൽക്കുമ്പോൾ ദാനിയേല് സിംഹക്കുഴിക്കകത്തെന്ന് പറയുകയാണ്, രാജാവേ, ദൈവം അങ്ങനെ സിംഹക്കുഴിയിലേക്ക് ഇടും മുന്നമേ ദൈവം തന്റെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കെതിരെ എഴുതിയിരിക്കുന്ന രേഖ എത്ര വലിയതായിക്കോട്ടെ, പക്ഷേ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറി ഒന്ന് പുതുക്കി പണിയാമോ? യാഗപീഠം ഒന്ന് പുതുക്കാമോ? ആരാധനയുടെ യാഗപീഠം ഒന്ന് പുതുക്കാമോ? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ദേവദാസൻ ചർച്ചിൽ ശുശ്രൂഷിച്ച ഒരു വചനമാണ്, കയീനും ഹാബേലും ആരാധനയ്ക്ക് പോയി, അതിൽ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. പലരും പറയുന്നത്, മെസ്സേജ് കൊടുക്കുന്നതും കേട്ടിട്ടുണ്ട്, കയീൻ മത്തങ്ങയും ചേനയും കുമ്പളങ്ങയും ഒക്കെ കൊണ്ടുവന്നത് കൊണ്ടാണ് കയീന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കാത്തത്. ഒരിക്കലും അല്ല കേട്ടോ. ദൈവം കൊടുത്ത ഭൂമിക്കകത്തുനിന്ന് താൻ അതിൽ ഏറ്റവും നല്ലതാണ് ആരാധനയ്ക്ക് കൊണ്ടുപോയത്. പക്ഷേ അവിടെ ഒരു പദം വളരെ വ്യക്തമായി കിടപ്പുണ്ട്, ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ഈ ഒക്ടോബർ മാസം 1-ാം തീയതി, 10-ാം മാസം 1-ാം തീയതി, ദൈവത്തിന്റെ പൈതലെ, ഈ 2025 9-ാം മാസം വരെയും ജീവിതത്തിൽ നമ്മുടെ ആരാധനയിൽ ഹോവയായ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ
ഇനി പ്രസാദിച്ചിരുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒന്നുകൂടെ ഒരു ദൈവപ്രസാദത്തിന് വേണ്ടി ഹാബേൽ ആദ്യം പ്രസാദിച്ചു. ഹാബേലിന്റെ നിരൂപണങ്ങൾ, ഹാബേലിന്റെ ഹൃദയത്തിന്റെ ശുദ്ധി, ഹാബേലിന്റെ ദൈവത്തോടുള്ള ഭക്തി, ഹാബേലിന്റെ ദൈവത്തോടുള്ള സ്നേഹം, ഹല്ലേലൂയ, അതിനകത്തു ദൈവം പ്രസാദിച്ചപ്പോഴാണ് ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത്. തൊട്ടു താഴെ എഴുതിയിരിക്കുന്നു, കയീനേ, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? നീ എന്തിനാണ് കോപിക്കുന്നത്? ആരാധനയ്ക്ക് പോകുമ്പോഴും, ആരാധന സ്ഥലത്ത് ചെല്ലുമ്പോഴും, ആരാധന കഴിയുമ്പോഴും കോപത്തോടെ ആലയത്തിൽ നിന്ന് പോകുന്ന എത്ര പേരുള്ള കാലഘട്ടത്തിലാണ് ദൈവവൈതലെ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. പലരും ആരാധന കഴിഞ്ഞ് ഇറങ്ങിയാൽ ആരെ കൊല്ലണമെന്ന് വിചാരിച്ച വീട്ടിലേക്ക് പോകുന്നത്, ആരെ കൊല്ലണമെന്ന് വിചാരിച്ച സൺഡേ ആരാധന കഴിഞ്ഞ് ജോലിക്ക് പോകുന്നത്, ആരെ ചതിക്കണമെന്ന് വിചാരിച്ചു പോകുന്ന ഒരു പറ്റം ജനത്തിന്റെ നടുവിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വെളിപ്പെടുത്താം. എന്റെ ദൈവം ഈ കഴിഞ്ഞ ആരാധനയിൽ എന്റെ ആരാധനയിൽ പ്രസാദിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ഈ ദാനിയേലിനെ പോലെ നമുക്കും പറയാം, എന്റെ ദൈവം എന്നെ രക്ഷിച്ചു. ആമേ. നമ്മുടെ കഴിവല്ല, നിൻ കൃപയാണ്, ബലമല്ല നിന്റെയാണ്, കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല നിന്റെയാണ്, ഞങ്ങളിതുവരെ എത്തുവാ നീ മാത്രമെന്നേശു എന്ന് പകൽ പറയാമോ? ഇതുവരെ എത്തിയത് ഈ 10ാം മാസത്തിന്റെ 1-ാം തീയതി വരെ എത്രയോ ബലഹീനതകൾ വന്നു, എത്രയോ കുറവശങ്ങൾ വന്നു. പക്ഷേ നാം ഇന്നും ജീവനോടിരിക്കുന്നില്ലേ? ഹല്ലേലൂയ. ദൈവ കുഞ്ഞുങ്ങളെ, നമുക്കൊന്ന് മടങ്ങി വരാം. അധമമായത് ഉപേക്ഷിക്കാം, ഉത്തമമായത് പ്രസ്താവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ പറയുകയാണ്, സ്തോത്രം ചെയ്യുന്നു, നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവം തന്റെ ദൂതനെ അയച്ച് അവന്റെ വായടച്ചു കളഞ്ഞു. ആമേൻ. നിനക്കെതിരെ സംസാരിക്കുന്ന ചിലരുടെ വായെ സ്വർഗം അടയ്ക്കും. ചിലരെയൊക്കെ ഭയപ്പെട്ടിരിക്കല്ലേ? ചിലരെ കുറിച്ചൊക്കെ പേടിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, സിംഹത്തിന്റെ വായടച്ച ദൈവം, ഹല്ലേലൂയ, ആ വ്യക്തിയുടെ വായടച്ച് നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂതറിയിക്കുന്നു. അതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 35-36 വാക്യം ഈ സൂമിൽ കയറിയിരിക്കുന്ന സകലർക്കും വേണ്ടി ഒരു വചന വെളിപ്പാട് ദൈവം നൽകുന്നു. എല്ലാവരോടും ദൂത് പറയുവാനും എല്ലാവരെയും പേര് വിളിച്ച് പറയുവാനും ഞാൻ ഇപ്പോൾ കർത്താവ് എന്റെ ആത്മാവിനെ നിർബന്ധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ആലോചന പറയുവാൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 35-36 വാക്യങ്ങൾ സൂമിൽ കയറിയിരിക്കുന്ന ദൈവമക്കളെ, ഈ മാസത്തിന്റെ 1-ാം തീയതി നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നു. ഒരാൾക്കെടുക്കാം, വായിക്കാം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ മാസത്തിന്റെ ആരംഭത്തിങ്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ ഈ സഹിക്കുന്ന അപമാനം, അല്ലെ, തല ഉയർത്താൻ കഴിയാതെ കൂനിയായ സ്ത്രീ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ ചിലര് ആരാധനയ്ക്ക് പോകുന്നവർ ഈ സൂമിൽ കയറിയിട്ടുണ്ട്. അവരുടെ തല ഉയരുന്ന മാസമാണിത്. റിബാന ശംധുരിയാനവ, അവരുടെ തല ദൈവം ഉയർത്തും. കാരണം ദൈവവചനം പറയുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുതയോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ചില വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന മാസമാണ് ഈ ഒക്ടോബർ മാസം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. നാളുകളായി പ്രാർത്ഥിച്ചു മടുത്തു മാറ്റിയിട്ടിരിക്കുന്ന
നിരാശ പിടിച്ചിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവാത്മാവ് ഉത്തരം നൽകുന്ന മാസമാക്കി തീർക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അരുളപ്പാട് അറിയിക്കുന്നു. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 16-ാം അധ്യായം അതിന്റെ 13-ാം വചനം ഇങ്ങനെ പറയുന്നു. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 13-ാം വചനം ദൈവാത്മാവ് വെളിപ്പാടിൽ ഇങ്ങനെ പറയുകയാണ്, ഉണർന്നിരിപ്പീൻ, ഈ മാസത്തിന്റെ ആദ്യം തുടങ്ങി ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. നിങ്ങളെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അനുവദിക്കാതെ, ഉണരാൻ കഴിയാതെ, ഉണർന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ ദൈവസന്നിധിയിൽ നിങ്ങളെ ഹല്ലേലൂയ അസ്വസ്ഥമാക്കുന്ന ചില മണ്ഡലങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഉണർന്നിരുന്നാൽ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ കർത്താവിന്റെ സന്നിധിയിൽ വലിയ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചുകൊണ്ട് കഷ്ടതകളുടെ നടുവിലൂടെ, പ്രയാസങ്ങളുടെ നടുവിലൂടെ, വേദനകളുടെ നടുവിലൂടെ എന്നെ നടത്തി അനുഗ്രഹിച്ച ദൈവം നിങ്ങളെയും നടത്തുകയും ചെയ്യും, അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ഹല്ലേലൂയ എനിക്ക് വളരെ ഹല്ലേലൂയ പ്രാഗൽഭ്യത്തോടുകൂടെ പറയുവാനായിട്ട് കഴിയും. കാരണം സ്തോത്രം ചെയ്യുന്നു, ഞാൻ സേവിക്കുന്ന ദൈവം വല്ലപ്പോഴുമല്ല ഞാൻ സേവിക്കുന്നത്, ഇടവിടാതെ ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കും. കഷ്ടങ്ങൾ വരുന്നുണ്ട്, പ്രയാസങ്ങൾ വരുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ശരീരത്തിന്മേല് കർത്താവ് രോഗസൗഖ്യം തന്നിട്ട് ഏകദേശം 34 വർഷത്തോളമാകുന്നു. ഇന്നും ദൈവം എന്നെ കൃപയാൽ നടത്തുന്നു. സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് ശക്തമായി പല സ്ഥലങ്ങളിലും എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് മുതൽ കർത്താവിനെ സൗഖ്യമാക്കി അന്ന് തുടങ്ങി പറഞ്ഞു തുടങ്ങിയതാ. അനേക സ്ഥലങ്ങളിൽ, അനേക രാജ്യങ്ങളിൽ, അനേക സംസ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം എന്നെ അയച്ചു. ഇന്നുവരെയും പരാജയപ്പെടുത്തുന്ന ദൈവമല്ല. കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ ക്രിസ്തുയേശുവിൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും പരിപാലിക്കുന്നു. മാത്രമല്ല, ഫോറസ്റ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ 1.5 വർഷത്തോളമായി അവിടെ പ്രവർത്തിക്കുന്നു. 22ഓളം പേര് ഹല്ലേലൂയ അവിടെ സ്നാനപ്പെട്ടു. സ്തോത്രം ഹല്ലേലൂയ. ഒരു 11ഓളം കുടുംബങ്ങൾ ചേർന്ന് വരുന്ന ഒരു ആരാധനാലയം ഫോറസ്റ്റിനുള്ളിൽ ന്യൂ പെട്ര മിഷൻ 360 എന്ന ചർച്ചിനോട് ചേർന്ന് ന്യൂ പെട്ര ചർച്ചിൽ ഞങ്ങൾ സന്തോഷമായി ദൈവത്തെ ആരാധിക്കുന്നു. ഒരു വിധവയായിരിക്കുന്ന എന്നെ കൊണ്ടും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സഹോദരി പുത്രൻ എന്നോട് ചേർന്ന് കർത്താവിന്റെ വേലയിൽ എന്നെ സഹായിക്കുന്നു. ഹല്ലേലൂയ. എന്നെയും ആ ദൈവ പൈതലിനെ ചേർത്ത് നിർത്തി ദൈവം അവിടെ ഒരു ആലയം തന്നു. 850 സ്ക്വയർ ഫീറ്റോളം ഹല്ലേലൂയ വലിപ്പമുള്ള ഒരു ആരാധനാലയം പാഴ്സനേജും തന്ന് ഹല്ലേലൂയ ആ വനത്തിനുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിശക്തമായ ആരാധനകളും പ്രാർത്ഥനകളും ശുശ്രൂഷകളും എന്നെ കൊണ്ടും ദൈവദാസനെ കൊണ്ടും ദൈവം അവിടെ ചെയ്യിക്കുന്നു. അനേക ദൈവമക്കൾ വിദേശ രാജ്യത്തുനിന്ന് പോലും അവിടെ കടന്നു വന്ന് ഞങ്ങളോട് ചേർന്ന് അനേക മാനസിക രോഗികൾ, അനേക ഡിപ്രഷൻ ആയിരിക്കുന്നവർ, അനേക ഫിക്സ് രോഗികൾ, എപ്പിലിസ ബാധിച്ചവർ, ഭ്രാന്തന്മാരായിരിക്കുന്നവർ, ഹല്ലേലൂയ പല തരത്തിലുള്ള മാറാവ്യാധികളാൽ ഭാരപ്പെടുന്നവരെല്ലാം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനോടെ കൊണ്ടുവരുന്നു. 3 ദിവസം, 7 ദിവസം, 21 ദിവസം, 40 ദിവസമൊക്കെ ഞങ്ങൾ ഇരുന്ന് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിന്റെ ദൈവം ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് ഹല്ലേലൂയ ദൈവകൃപയാൽ ചില കുഞ്ഞുങ്ങൾ ജയിലിൽ നിന്നുള്ളവരും മാനസിക രോഗ ആശുപത്രിയിൽ നിന്നുള്ളവരെല്ലാം സ്വർഗത്തിലെ ദൈവം വിടുവിച്ചു. അവരെയൊക്കെയും ദൈവവചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം അവരെ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 2ാം വർഷം BTS പഠിക്കുന്ന, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയും ആ ഫോറസ്റ്റിനുള്ളിൽ നിന്ന് ദൈവം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ദൈവം തന്നു. അവരെ ക്രിസ്തുവിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ നിജപുത്രിമാരായി വളർത്തിയെടുത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ എന്നെയും എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ദൈവ പൈതലിനെ ദൈവം ഉപയോഗിക്കുന്നു. മാത്രമല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിഷ്കളങ്കരായിരിക്കുന്ന ദൈവമക്കൾ ഒരു പറ്റം എന്നോട് ചേർന്ന് നിൽക്കുന്നു. ആകയാൽ ഞങ്ങളുടെ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായി പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥനയും ഞാൻ ചോദിച്ചുകൊണ്ട്, കുറിവാക്യം വായിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ ഹല്ലേലൂയ വീട്ടിൽ ചെന്നു. സ്തോത്രം. ഇന്ന് പകൽ നിനക്ക് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ഒരു മുറി ഉണ്ടാകട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു പായ ഉണ്ടാകട്ടെ, മടങ്ങുന്ന ഒരു മുഴങ്കാൽ ഉണ്ടാകട്ടെ. സ്തോത്രം. പാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നു. ചില നാടുകളായി പ്രാർത്ഥനാ മുറിയുടെ വാതിലേക്ക് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതൊന്ന് തുറക്കുവാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, താൻ ദിവസം 3 പ്രാവശ്യം. ആരാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? ദാനിയേലിനോട് ചേർന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. കാലത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു. ഇവിടെയും അങ്ങനെ തന്നെ പറയുന്നു. 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. സിംഹക്കുഴി മാറിയില്ല, സിംഹക്കുഴിക്കകത്തിട്ടു. അതിനകത്ത്
ഹോവയായ ദൈവം തന്റെ ദൂതനെ ഇറക്കിയത് ഇന്നും നമ്മൾ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുക. ആകയാൽ നമുക്കൊരുമിച്ച് എന്തെല്ലാം പ്രതിസന്ധികൾ വരട്ടെ, സിംഹത്തിന്റെ ഗുഹ വരട്ടെ, ഹല്ലേലൂയ, തീച്ചൂള വരട്ടെ, ഹല്ലേലൂയ, കാരാഗ്രഹം വരട്ടെ, ഒറ്റപ്പെടുന്ന അവസ്ഥ വരട്ടെ, കണലി കയ്യിൽ ചുറ്റട്ടെ, വാതിലുകൾ അടയട്ടെ, ഈ മാസത്തിന്റെ ആരംഭത്തിൽ അടയുന്ന മണ്ഡലങ്ങളെ തുറന്ന് ചില താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളഞ്ഞുകൊണ്ട് ഒരു ദൈവിക അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസിമാരോടും എന്നെ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കാൻ ദൈവം കാരണമാക്കി തീർത്ത കാണാക്കാരിയിലെ പ്രിയ കർത്തൃദാസി, എനിക്ക് ആരുടെയും പേര് ഓർമ്മയിൽ വരില്ല കേട്ടോ. അതുകൊണ്ട് പ്രിയ സഹോദരി, നിങ്ങൾ ഈ സൂമിൽ ഉണ്ടെങ്കിൽ എന്റെ പേര് ആന്റിയമ്മ മറന്നുപോയല്ലോ എന്ന് ചിന്തിക്കരുത്. ശരിക്കും മറന്നുപോയതാ. എനിക്ക് നിന്റെ മോളെ, നിന്റെ മുഖം എന്റെ ഹൃദയത്തിലുണ്ട്. ഇങ്ങനെ ഒരു അവസരം എനിക്കായി ഒരുക്കുവാൻ കുഞ്ഞെ, നിന്നെ ദൈവം അനുഗ്രഹിച്ചല്ലോ. നീ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവസന്നിധിക്കുന്നു. ദൈവം നിങ്ങളുടെ ഈ ഗ്രൂപ്പിനെ, ഈ മലയാളം ഫെലോഷിപ്പിനെ സിംഗപ്പൂരിൽ അനേക സ്ഥലങ്ങളിലേക്ക്, ഇതിൽ കയറുന്ന അനേകര് ഇരിക്കുന്ന സ്ഥലങ്ങൾ, ഇതുപോലെയുള്ള കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുവാൻ അനേക ദൈവദാസിമാരെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ. താങ്ക് യു. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, നമ്മൾ ആത്മാവിൽ ബലപ്പെടുവാൻ, ആത്മീയ വർധന പ്രാപിപ്പാൻ ദൈവം എടുത്ത് ഉപയോഗിച്ചു സ്തോത്രം.